ഫ്രണ്ട്സ്, ട്രേഡ് എടുത്തിരുന്നു. ഇപ്പം നമ്മുടെ ടാർഗറ്റ് എത്താറായി. ഏകദേശം 36 ക്വാണ്ടിറ്റി എണ്ണുന്നുണ്ടായിരുന്നു. ഒരു 7 എണ്ണം സെല്ലായി പോയിട്ടുണ്ട്. ബാക്കി ഇനി 29 എണ്ണം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട് 268 രൂപ. അപ്പോൾ ഇനി ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറയാം. ടെക് മഹീന്ദ്രയിലായിരുന്നു ട്രേഡ് എടുത്തത്. ട്രേഡ് എടുക്കാനുള്ള റീസൺ ഇതാണ്. നമ്മുടെ S3 ലെവലിൽ നിന്നും R3 ലെവൽ വരെയാണ്. ക്യാമറ ലെവൽ S3യിൽ നിന്നും R3 വരെയായിരുന്നു നമ്മൾ ടാർഗറ്റ് എടുത്തത്. അപ്പോൾ ഇന്നലെ ഇത് കൊടുത്തിരുന്നു. സ്റ്റോക്ക് ഇന്നലെ ടെലഗ്രാം ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജോയിൻ ചെയ്യാത്തവരൊന്ന് ജോയിൻ ചെയ്യുക. ഇൻഫി ആയിരുന്നു. ഇൻഫിയുടെ ഇന്നത്തേക്കുള്ള ക്യാമറ ലെവല് ഇന്നലെ കിട്ടിയത് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റേഞ്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരോ റേഞ്ച് കൊടുത്തിട്ടുള്ളിടത്തു നിന്നാണ് ഷോർട്ട് ചെയ്യേണ്ടത്, ലോങ് പോകേണ്ടത് ആ ഗ്രീൻ ലൈന്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്യാമറ ലെവൽസ് എന്താണെന്നൊക്കെ ഉള്ളത്. അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് ഈ സ്റ്റോക്കിന് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവരൊന്ന് ജോയിൻ ചെയ്യുക. അടുത്ത സ്റ്റോക്ക് സൺഫാർമ ആയിരുന്നു. അതിന്റെ ലെവൽസും ഉണ്ടായിരുന്നു. BPCLും ഉണ്ട്, അതിന്റെ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെക് മഹീന്ദ്ര ആ ലെവലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷോർട്ട് ചെയ്തത് ഇവിടുന്നാണ്. 997.30 നിന്നും 1004.70 പറഞ്ഞ ലെവലിൽ നിന്ന് തന്നെയാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. ഇനി ഷോർട്ട് ചെയ്ത പ്രൈസും കാര്യങ്ങളും പറയാം. ഓർഡേഴ്സ് നോക്കുവാണെങ്കിൽ കാണാം, 997.20 നിന്നും എടുത്ത് 1004.65 ഞാൻ സെല്ലും ചെയ്തു. ബൈ ലോങ് എൻട്രി എടുത്തു, സെല്ലും ചെയ്തു. അങ്ങനെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ട്രേഡിംഗ് ദിവസത്തിൽ പറഞ്ഞ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്നും കൂടെ നോക്കാം. സമയം ഇപ്പം 11:51 അപ്പം ഫസ്റ്റ് സ്റ്റോക്ക് BPCL പറഞ്ഞ ലെവലിൽ നിന്ന് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്താൽ നിങ്ങൾക്ക് S3 ലെവലിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം കറക്റ്റ് അതുവരെ വന്നിട്ടുണ്ട്. ആ ലെവല് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത സ്റ്റോക്ക് സൺഫാർമയായിരുന്നു. സൺഫാർമയിൽ നിങ്ങൾക്ക് S3 ലെവലിൽ നിന്ന് നിങ്ങൾ ഒരു ലോങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു R3 വരെ പോകാന്നായിരുന്നു പറഞ്ഞിരുന്നത്. കറക്റ്റ് അതുപോലെ നമുക്ക് ഇവിടെ ഒരു പിൻ ബാർ കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റ് 1:2 കിട്ടുമായിരുന്നു. അടുത്ത സ്റ്റോക്ക് ഇൻഫിയാണ്. ഇൻഫിയും ഇതുപോലെ നമുക്ക് താഴത്തോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, R3 ബ്രേക്ക് ചെയ്ത്. പക്ഷെ ഇതൊരു നമുക്കൊരു റിസ്ക് റിവാർഡ് നമുക്ക് പോകാത്ത കാരണം നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതൊരു പിൻ ബാർ ആണ് S3യിൽ നിന്നും. അപ്പം ഈ ഒരു ലെവലിൽ നിന്നും നിങ്ങൾക്ക് ഇവിടം വരെ പോവാം. അതും പറഞ്ഞിരുന്ന ഒരു ലെവലാണ് S3 ലെവല്. ടെലഗ്രാം ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെവലൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അടുത്ത സ്റ്റോക്ക് ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്ര പറഞ്ഞ ലെവലിൽ നിന്ന് ഇവിടം വരെ പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു റീടെസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടം വരെ പോവാം, R5 വരെ. അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നാളത്തേക്കുള്ള 28-ാം തീയതി ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യും. അപ്പൊ ആ ലെവൽസ് ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് ആയിട്ട് ലെവലിൽ ആക്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. റിസ്ക് റിവാർഡ് എപ്പോഴും നമുക്കൊരു ഓർമ്മയിൽ ഉണ്ടാകണം. ഏകദേശം 1:2 എങ്കിലും കിട്ടണം, അല്ലെങ്കിൽ 1:1.5. അപ്പം നമ്മുടെ എത്രയാണോ ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് മാർക്കറ്റിലേക്ക് വരിക. അപ്പൊ എല്ലാവരും പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ ലെവൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയവരൊന്നെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ.